A kind heart. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ ജെയ്സൺ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്നലെ എന്റെ വീട്ടിൽ വെച്ച് നിന്നോട് പറഞ്ഞതല്ലേ. മെക്കാഡമസ് എല്ലാം വേറൊരു ലോകത്തിൽ നിന്ന് ഇവിടെ വന്നതാണെന്നോ അവരിപ്പോ നീ പറഞ്ഞതാണോ ഇവിടെ നടക്കുന്നേ? ഉത്തരം പറയടാ. ഞങ്ങൾ നേരത്തെ കണ്ടതുപോലെ അപരിചിതമായ മറ്റൊരു സ്ഥലത്ത് പോയി എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? അതുമാത്രമല്ല, നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ മെക്കാഡിമൽസ് എല്ലാം തന്നെ വലിയൊരു റോബോട്ടായി മാറുന്ന കാര്യം. നീ ഇപ്പോഴും ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടല്ലേ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ജയ്സ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിച്ച് പപ്പടമാക്കും. പറയടാ. നീ എന്താ ഈ ചെയ്യുന്നേ? ഒന്ന് നിർത്തൂ. അയ്യോ, എടാ, മര്യാദയ്ക്ക് ഉള്ള കാര്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇക്കിളിയാക്കി കൊല്ലും. എനിക്ക് ഇക്കിളിയാവുന്നു. പ്ലീസ് ഇസബൽ, നീയെങ്കിലും പറയൂ, ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയാ നിങ്ങൾ ഒളിക്കുന്നേ? ഞാൻ പറയാം. പറയടാ ജയ്സ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബ്ലാക്ക് മിറർ ഗ്രൂപ്പ് മെക്കാഡമിൽസിന്റെ ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നവരാണോ? അത് പൂർണ്ണമായും ശരിയാണ്. അവരിൽ നിന്നും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഇവർ മൂന്നുപേരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതെ, ഞങ്ങളുടെ ജെയ്സണും ബ്ലൂ ലാൻഡിലെ ഇസബെല്ലും റെഡ് ഹോൾസിലെ റയാനും ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റ ടീമാണ്. റയാന, എനിക്ക് ഇത് ഞാനെന്ന് പുഴക്കരയിൽ ജെയ്സന്റെ ഒപ്പം കണ്ട പയ്യൻ തന്നെയല്ലേ? അപ്പൊ ഇവനും ഇസബെല്ലിനെ പോലെ മറ്റൊരു ലോകത്തിൽ നിന്ന് വന്നതാണോ? പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ രഹസ്യമായി യുദ്ധം ചെയ്യുന്നേന്നാ? ഈ കാര്യങ്ങൾ എന്താ ഞങ്ങളോട് പറയാത്തെ? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇസബൽ, നീ മറ്റൊരു ലോകത്ത് നിന്നും വന്നതാണെന്ന്. പക്ഷെ നീ ഒരു ഏലിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ലല്ലോ. അതെ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. എനിക്ക് മനസ്സിലായി. നീ വിഷമിക്കണ്ട, ഞങ്ങൾ സത്യം ചെയ്യുന്നു. നിങ്ങളുടെ യുദ്ധത്തിന് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇന്നു മുതൽ ഉണ്ടായിരിക്കും. എന്ത്? ഒടുവിലല്ല ഇങ്ങനെയൊക്കെ ആയോ? എന്തിനാ സഹായിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നീ ഞങ്ങളുടെ സുഹൃത്തായതുകൊണ്ടാ. ഫ്രണ്ട്സ്? അതെ, കൂട്ടുകാർ. അത് നടക്കുന്ന കാര്യമല്ല. ഇത് കുട്ടികളിയല്ല. അവളെന്ത് പിണങ്ങി പോയതാണോ? ഇസബൽ, ശരിക്കും എനിക്കിത് വിശ്വസിക്കാനേ ആകുന്നില്ല. മെക്കാഡിമൽസിനെ കാണുന്തോറും അത് വളരെയേറെ രസകരമായി തോന്നുകയാണ്. ഈ ജീവനുള്ള ടോയ് കാറുകൾ എന്തായാലും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ആശ്ചര്യം തന്നെ. ഇതെങ്ങനെയാണ് സംസാരിക്കുന്നത്? റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിതിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. നിർത്ത്, എന്റെ ദേഹത്ത് ഇങ്ങനെ നോണ്ടല്ലേ. ഓ ജീസസ്, അവന്മാർ രണ്ടെണ്ണവും അതിനോട് കളിക്കുകയാണല്ലോ. നിനക്കറിയാമോ, ഈ സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും. മെക്കാഡമോസ് യുദ്ധം അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതെങ്ങനെയുണ്ട്? എന്താണിത്? ഇത് നമ്മുടെ ടീമിന് വേണ്ടിയുള്ള ലോഗോയാ. നമ്മുടെ ടീമിന്റെ ലോഗോയോ? നമ്മളെല്ലാവരും ഇനി ഒരുമിച്ചല്ലേ മെക്കാഡമിൽ യുദ്ധം ചെയ്യുന്നത്, ശരിയല്ലേ? അതുകൊണ്ടാ ഞാനൊരു ലോഗോ ഡിസൈൻ ചെയ്തത്. എന്താ, ഇഷ്ടായോ? ലോഗോയൊക്കെ കൊള്ളാം, പക്ഷെ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്തായാലും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ ലോഗോ കൊണ്ടൊരു കളി കളിക്കാൻ തീരുമാനിച്ചു. ടീം ബ്രാൻഡൻ, കെവിൻ, ജൂലിയറ്റ്, പിന്നെ ഒരു സിമ്പിൾ. അതെന്തായാലും നന്നായി ബ്രാൻഡൻ. ഹേ ഗായ്സ്, ഇസബൽ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? മെക്കാഡമോസ് യുദ്ധം അത്ര നിസ്സാരമായ കാര്യമല്ല. ജേസൺ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ലോഗോ കാണാനും നല്ല രസമുണ്ട്. ജെയ്സനും ഇവാനും നല്ല പാർട്ട്നേഴ്സ് ആണല്ലോ. അതെ, അതെന്തായാലും ഒരു സത്യം തന്നെയാണ്. അത് മാത്രമല്ല, ഈ എവനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ മെക്കാഡമോ. ഞാൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എല്ലാ രഹസ്യവും ഇവരോട് പറയാൻ സാധിക്കില്ലല്ലോ, പ്രത്യേകിച്ച് മെക്കാഡമോസ് യുദ്ധത്തെ പറ്റി. നിങ്ങൾക്കൊരു മെക്കാഡമോ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം നല്ലത് തന്നെ. അത് സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം. അത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആദ്യം നിങ്ങൾ ഒരു മെക്കാഡമയെ കണ്ടെത്തി ടീം ചെയ്യണം. ടീമിങ്ങോ? അതെന്താണ്? നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തിനെ സ്വന്താക്കണമെന്നല്ലേ? എന്താ?
ഓ അതാണോ നീ ഈ ടീമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ അതെ അതെ, ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയതാണ്. എനിക്കൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അല്ല, നിങ്ങൾക്ക് ഈ ടീമിങ്ങിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നോ? നിങ്ങളത് ചെയ്യാൻ പോവാണോ? നീ ചോദിച്ച ചോദ്യം ഇത് തന്നെയല്ലേ? എങ്ങനെ ഒരു മെക്കാഡമിലെ ടീം ചെയ്യാന്ന്? അതെ, ഞാൻ അത് തന്നെയാ ഉദ്ദേശിച്ചത്. നീ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നീട് മാറ്റി പറയരുത്. ശരി, അതെന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യനും ഒരു മെക്കാഡമയും ഒറ്റ ടീമായിട്ട് മാറുന്ന രീതി. നിങ്ങൾ ഈ ബ്ലാങ്ക് മെക്കാഡമോ കാർഡ് എടുത്ത് ഒരു മെക്കാഡമലിനെ നേരെ പിടിച്ചതിന് ശേഷം ഉറക്കെ പറയണം ടീമിംഗ് ഓൺ. പറഞ്ഞതൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? നീ എല്ലാം പറഞ്ഞു കൊടുത്തോ ജെയ്സൺ? ജെയ്സൺ, നീ വളരെ സ്നേഹമുള്ളവനാണ്. നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നന്ദിയുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന്. അയ്യോ, ഞാൻ ട്രാപ്പിലായി പോയല്ലോ. ഇനി ഒരു കാര്യം കൂടി, ഈ കാർഡ് ഞങ്ങൾക്ക് ടീം ചെയ്യാൻ ആവശ്യമുണ്ട്. ഹേയ്, നിങ്ങൾക്ക് അതിനാവില്ല. ജെയ്സൺ, ഈ ഭൂമിയിൽ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. എന്നെ വീടു ബ്രാൻഡൻ. നമുക്കൊരു മെക്കാഡമിലെ ടീം ചെയ്യാൻ കഴിഞ്ഞാൽ ജെയ്സനെയും ഇവാനെയും പോലെ നമുക്കും അതുമായി കൂട്ടുകൂടാം. ഹേയ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വാ, നമുക്ക് പോവാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട. ഒരു മെക്കാഡമൽസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓ, അവൻ പറഞ്ഞതുപോലെ ഒരെണ്ണത്തിനെ കണ്ടെത്താൻ വലിയ പാടാണ്. നമുക്കതിന് സാധിക്കുമെങ്കിൽ നമ്മളും മെക്കാഡമൻസിന്റെ രാജാക്കന്മാരായി തീരും. ഇതവനല്ലേ? കണ്ടെത്തി. ടൈഗർ കോഡ് മെക്കാഡമക്രോൺ വളരെ നല്ലതാണ്. ഇതാരാണ്? ഒരു ടീമറോ? അത് കൊള്ളാമല്ലോ. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ പിടിച്ചോ. നീ എന്നെ ടീമിംഗ് പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. നിങ്ങൾ ആരൊക്കെയാണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നീ എന്താണ് നോക്കിക്കൊണ്ട് വേഗം നിൽക്കുന്നത്? അതിനെ പിടിച്ചെടുക്ക് ജൂലിയറ്റ്. എനിക്ക് കിട്ടി. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നമുക്ക് സ്വന്തമായി ഇത് ചിരിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്നവിടെ കണ്ട പെൺകുട്ടിയല്ലേ? സോറി, ഞങ്ങൾ നിന്നെ പിന്തുടരുകയായിരുന്നു. എന്നെ ഫോളോ ചെയ്യുകയായിരുന്നോ? ഞാൻ നിന്നെ കണ്ടപ്പോ എനിക്ക് തോന്നി നീ ഒരു മെക്കാഡമിലിനെ അന്വേഷിച്ച് നടക്കാന്ന്. കാര്യങ്ങൾ ഇത്ര ഭംഗിയായി അവസാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്ത്? ശരിക്കും നിങ്ങൾ ഇതിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി? നീ എന്തായാലും കാണാൻ ഞങ്ങളെ പോലെ അല്ല. നീ ഒരു ഏലിയൻ തന്നെയാ. നീ എന്തിനാണ് എന്റെ കവിളിൽ നുള്ളിയത്? നിങ്ങളെല്ലാവരും നല്ല തമാശക്കാരാണല്ലോ. അപ്പൊ അങ്ങനെയാണല്ലേ അവർക്ക് ഈ മെക്കാഡമയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായത്? ജെയ്സൺ എന്തായാലും അറിയാതെയാണ് ചെയ്തത്. പക്ഷെ നീ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇസബൽ. ഞാനും അതിനോട് യോജിക്കുന്നു. നീ ഒരിക്കലും ആ കുട്ടികൾക്ക് മെക്കാഡമൽസ് ബാറ്റിൽ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഡാഡി. എന്നിട്ട് ഒടുവിൽ അവർ സ്വന്തമായിട്ട് ഒരു മെക്കാഡമയെ ടീം ചെയ്തു നമ്മളെ സഹായിക്കുന്നതിനായി. ഭൂമിയിൽ നിന്നുള്ളവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പുതുതായി വന്നവർ എന്തായാലും കൊള്ളാം. അവരും കൂടി ആകുമ്പോൾ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഉഷാറാകും. തമാശ പറയാനുള്ള സമയമല്ല ഇത്. ഞങ്ങളുടെ ലോകത്തിന്റെ പ്രശ്നമാണ്. ഈ ലോകത്തിലുള്ളവർക്ക് നമ്മുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല. നീ പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജെയ്സണും ഈ ഭൂമിയിലുള്ളവൻ തന്നെയാണ്. അവന്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. നീ ഇങ്ങനെ പേടിക്കല്ലേ, ഞാനും പേടിച്ചു പോകും. നീ എന്തിനാണ് ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നത്? ഇസബൽ, എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അപ്സെറ്റ് അല്ല ഡാഡി. ഇനിയിപ്പോ ആരൊക്കെ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇങ്ങോട്ട് വരുമോ എന്തോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ വളരെയധികം സുഖം തോന്നുന്നു. ജെയ്സൺ, നീ ഏറ്റവും നല്ലൊരാളാണ്. ഇനി അടുത്തത് എന്റെ ഊഴമാണ്. നീ എന്താണ് പറയുന്നത്? അടുത്ത കൂടെ മെന്റിയതല്ലേ? എന്റെ എഞ്ചിൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ.
ഓൾ റൈറ്റ്, എല്ലാവരും ഒരു സെക്കൻഡ് ക്ഷമിക്കൂ. ഇതെന്താണ്? ആ, ഇത് ജൂലിയറ്റിന്റെ നോട്ട്ബുക്കാണ്. അതൊരു ലോഗോയാ നമ്മുടെ ടീമിന് വേണ്ടി അവള് വരച്ചത്. അതെ, നമ്മളെല്ലാവരും ഇനി ഒരുമിച്ചല്ലേ മെക്കാഡമൽ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് വേണ്ടി ഈ ലോഗോ ഡിസൈൻ ചെയ്തത്. നല്ല കൂട്ടുകാർ. ഏയ് ജെയ്സൺ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഭൂമിയിൽ നിന്നെ പോലൊരാളെ സുഹൃത്തായി കിട്ടിയത്. ഓ, അതുകൊണ്ട് ജൂലിയറ്റും കൂട്ടുകാരും നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദിയുണ്ട് അവൻ. അവരും കൂടി വന്നാൽ നല്ല രസമാ. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ജൂലിയറ്റുമായി കൂട്ടുകൂടാനാണ് ഇഷ്ടം. കൂട്ടുകൂടാനോ? ഹലോ ജൂലിയറ്റ്, നീ എവിടെയാ? നീ കാര്യമായിട്ട് പറയുന്നയാണോ? ഞാൻ ക്രോൺ, ഇവരുടെ കൂട്ടുകാരനാണ്. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇനി നീ ഞങ്ങളെ ടീംമേറ്റ്സ് ആയിട്ട് കൂട്ടാൻ തയ്യാറാണോ? ഓക്കെ, പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എല്ലാവരും എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? യുദ്ധമോ? നമ്മൾ ട്രെയിനിങ് തുടങ്ങുകയാണെന്ന്. ഓ, ഇതൊക്കെ എന്ത് നിസ്സാരം. ജെയ്സൺ, ഇത് വെറും സിമ്പിൾ അല്ലേ? ജെയ്സൺ, നീ ശരിക്കും അവരുമായിട്ട് യുദ്ധം